ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയവരിൽ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ട മരുന്ന് കമ്പനികളും 7 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ സംഭാവന നൽകിയിട്ടുള്ളത്. രാജ്യത്തെ 35 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏകദേശം 1000 കോടി രൂപ സംഭാവന നൽകിയതായി മാർച്ച് 14 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നുണ്ട്. അതേസമയം തിരിച്ചറിയൽ കോഡ് കൂടി പുറത്തുവരുന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരുടെയൊക്കെ ബോണ്ടുകൾ കിട്ടിയെന്നതിൽ കൂടുതൽ വ്യക്തത വരും. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെട്രോ ലാബ്സ് ആൻഡ് ഹെട്രോ ഹെൽത്ത് കെയർ 39 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് 2022 ഏപ്രിലിൽ വാങ്ങിയത്. 2023 ജൂലൈയിൽ 10 കോടിയുടെയും 2023 ഒക്ടോബറിൽ 11 കോടി രൂപയുടെയും ബോണ്ടുകൾ കമ്പനി വാങ്ങിയിരുന്നു. മൊത്തം 60 കോടിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി കമ്പനി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയത്. കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകളുടെ പേരിൽ മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ 6 നോട്ടീസുകൾ ലഭിച്ചിട്ടുള്ള കമ്പനിയാണ് ഹെട്രോ. അവയിൽ 3 എണ്ണമെങ്കിലും കോവിഡിന് ചികിത്സിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ആൻറ്റിവൈറൽ മരുന്നായ റെംഡെസിവിറുമായി ബന്ധപ്പെട്ടതാണ്. മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ ലാബ് പരിശോധനയിൽ റെംഡെസിവിർ സാമ്പിളിൽ തെളിഞ്ഞ ദ്രാവകത്തിന് പകരം മഞ്ഞ നിറത്തിലുള്ള ദ്രാവകമാണ് കണ്ടെത്തിയത്. 2021 ഹെട്രോയുടെ മറ്റ് 2 മരുന്നുകളും ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിരുന്നു. ഗുജറാത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടൊറന്റ് ഫാർമ 2019 മെയ് മുതൽ 2024 ജനുവരി വരെ 77.5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയത്. 2019 മെയ് ഒക്ടോബർ മാസങ്ങളിൽ 12.5 കോടി രൂപയും 2021 ഏപ്രിലിൽ 7.50 കോടി രൂപയും 2022 ജനുവരിയിലും ഒക്ടോബറിലും 25 കോടി രൂപയും 2023 ഒക്ടോബറിൽ 7 കോടി രൂപയും 2024 ജനുവരിയിൽ 25.5 കോടി രൂപയും കമ്പനി സംഭാവനയായി നൽകിയിരുന്നു. കമ്പനിയുടെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മെഡിസിൻ ഡിപ്ലാറ്റ് 150 സാലിസിലിക് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ 2018 ഗുണനിലവാരമില്ലാത്തതായി പ്രഖ്യാപിച്ചിരുന്നു. അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള സൈഡസ് ഹെൽത്ത് കെയർ 2022 2023 29 കോടിയുടെ ബോണ്ടുകളാണ് വാങ്ങിയത്. കമ്പനി നിർമ്മിക്കുന്ന ഒരു ബാച്ച് റെംഡെസിവിർ മരുന്നുകളിൽ ബാക്ടീരിയൽ എൻഡോടോക്സിൻ്റെ അംശം കണ്ടെത്തിയതിനെ തുടർന്ന് 2021 ബീഹാർ ഡ്രഗ് റെഗുലേറ്റർ നിലവാരമില്ലാത്തതായി പ്രഖ്യാപിച്ചിരുന്നു. നിരവധി രോഗികളും മരുന്നിനെതിരെ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ ഗുജറാത്ത് ഡ്രഗ് റെഗുലേറ്റർ കൂടുതൽ പരിശോധനയ്ക്കായി ഈ ബാച്ചുകളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയോ സൈഡസിൻ്റെ നിർമ്മാണ യൂണിറ്റിനെതിരെ നടപടിയെടുക്കുകയോ ചെയ്തിരുന്നില്ല. 9.75 കോടിയുടെ ബോണ്ടുകൾ വാങ്ങിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഗ്ലെൻമാർക്ക് 2022 2023 കാലയളവിൽ 5 നോട്ടീസുകൾ ലഭിച്ചിട്ടുള്ള കമ്പനിയാണ്. ഇതിൽ 4 എണ്ണം മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ്റെതാണ്. 2018 2022 4 നോട്ടീസുകൾ ലഭിച്ചിട്ടുള്ള കമ്പനിയാണ് സിപ്ല. 2019 മുതൽ 39.2 കോടി രൂപ ബോണ്ട് വഴി കമ്പനി സംഭാവനയായി നൽകിയിട്ടുണ്ട്. 2018 ഓഗസ്റ്റിൽ സിപ്ലയുടെ RC കഫ് സിറപ്പ് ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടിരുന്നു. 2019 സിപ്ല 14 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി. 2021 ജൂലൈയിൽ സിപ്ലയുടെ റെംഡെസിവിർ മരുന്നായ സിപ്രമിക്ക് 2 തവണ നോട്ടീസ് ലഭിച്ചു. ഹെട്രോയെ പോലെ സിപ്രമിലും ആവശ്യമായ അളവിൽ റെംഡെസിവിറിൻ്റെ അളവ് കുറവാണെന്ന് കണ്ടെത്തി. 2022 നവംബറിൽ സിപ്ല 25.2 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി. IPCA ലബോറട്ടറീസ് ലിമിറ്റഡ് 2022 നവംബറിനും 2023 ഒക്ടോബറിനുമിടയിൽ 13.5 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. 2018 ഒക്ടോബറിൽ ആൻറ്റി പാരസിറ്റിക് മരുന്നായ ലാരിയോഗോക്ക് ആവശ്യമായ അളവിൽ ക്ലോറോക്വിൻ ഫോസ്ഫേറ്റ് കുറവായിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. മറ്റൊരു കമ്പനിയായ ഇൻഡാസ് ഫാർമസ്യൂട്ടിക്കൽ 2020 ഇൻഡാസ് ഫാർമസ്യൂട്ടിക്കലിൻ്റെ ഇനാപ്രിൽ 5 ടാബ്ലറ്റ് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ സൊല്യൂഷൻ പരിശോധനയിൽ പരാജയപ്പെട്ടിരുന്നു. 2022 ഒക്ടോബറിൽ ഇൻഡാസ് 20 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയത്.